ഹലോ, നമസ്കാരമുണ്ട്. സ്പോക്കൺ വേർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് സ്പോക്കൺ വേർഡ് കേൾക്കുന്നത്. അത് ഞങ്ങളുടെ ഈവൻസിലൊക്കെ ഒരു പോയിട്രി ഫെസ്റ്റിവൽ അങ്ങനത്തെ ആഘോഷങ്ങളിലൊക്കെ സ്പോക്കൺ വേർഡ് കേട്ടിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മലയാളത്തിൽ ഈ സ്പോക്കൺ വേർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളത്. സ്പോക്കൺ വേർഡ് അധികം കവിതകളാണ്. ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ ഗദ്യ കവിതകളാണ്. ഇംഗ്ലീഷിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഹിന്ദിയിലും സ്പോക്കൺ വേർഡ് കേൾക്കുന്നുണ്ട്. മലയാളത്തിൽ കവിയരങ്ങുകൾ, കവിത പാരായണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ കവിത വായിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെയും സ്കൂളുകളിൽ കവിത പഠിക്കുന്നുണ്ട്. നമ്മളും സ്കൂളിൽ ഇംഗ്ലീഷ് കവിത പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് കവിത സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പോക്കൺ വേർഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അറ്റ്ലീസ്റ്റ് ഐ ഡോണ്ട് നോ. സ്പോക്കൺ വേർഡ് 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിൽ സ്പോക്കൺ വേർഡ് എന്ന് വരുന്നത് നമ്മളുടെ ഒരു ഓറൽ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് കഥ പറച്ചിലിൻ്റെയും പെർഫോമൻസ് പോയട്രി എന്നൊക്കെ പറഞ്ഞ് കവിതകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അവർ മലയാളത്തിൽ ആ രീതിയിൽ നമുക്കൊരു സ്പോക്കൺ വേർഡ് എന്നുള്ള രീതിയിൽ വായിക്കുന്നത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നുള്ളത്. എഴുത്തും വലിയ ഗെയിമല്ല, അതിൻ്റെ പെർഫോമൻസും വലിയ ഗെയിമല്ല. പക്ഷേ ചെയ്യണമെന്ന് തോന്നുന്നൊരു സംഭവം ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എന്ന് തത്വജ്ഞാനിയായ മലയാളികളുടെ സ്വന്തം മഹാനായ വിജയൻ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ നിന്നും പ്രയോജനം നേടിക്കൊണ്ട് ഈ അടുത്ത് എഴുതിയൊരു സംഭവം ഞാനൊരു പെർഫോമൻസ് രീതിയിൽ, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വലിയ പെർഫോമൻസ് ഒന്നുമില്ല, എന്നാൽ ആ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മലയാളം സ്പോക്കൺ വേർഡ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒന്ന് അവതരിപ്പിച്ച് നോക്കാം. എഴുതിയത് മടക്കിയ വസ്ത്രങ്ങളും അലക്കിയ മനുഷ്യൻ എന്നുള്ളതാണ്. ഇത് മെയിൽ ഒറ്റ എഴുതിയതാണ്. അപ്പോൾ അത് ബ്ലോഗായിട്ട് എഴുതിയാണ്, കവിതയായിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല. വെറുതെ കുറച്ചിങ്ങനെ ഒരു ഗദ്യം എഴുതി, ഒരു ഫ്യൂ പാരഗ്രാഫ്സ്. മടക്കിയ വസ്ത്രങ്ങളും അലക്കിയ മനുഷ്യനും. അത് എഴുതാനുണ്ടായ സാഹചര്യം, ഒരു ദിവസം ഇരുന്നിട്ട് വസ്ത്രങ്ങളൊക്കെ അലക്കിയതിന് ശേഷം അതൊക്കെ മടക്കി വെച്ചു എന്നുള്ളതാണ് ഇതിനുള്ള പ്രചോദനം സത്യം പറഞ്ഞാൽ. അപ്പോൾ മടക്കിയ വസ്ത്രങ്ങളും അലക്കിയ മനുഷ്യനും. വായിക്കണം എന്നുണ്ടെങ്കിലും വായിച്ചു തീർക്കാൻ കഴിയാത്തത്ര പുസ്തകങ്ങൾ. വായിക്കണമെന്നുണ്ടെങ്കിലും വായിച്ചു തീർക്കാൻ കഴിയാത്തത്ര പുസ്തകങ്ങൾ. കാണണം എന്നാഗ്രഹമുണ്ടെങ്കിലും കണ്ടു തീർക്കാൻ കഴിയാത്തത്ര സിനിമകൾ, ദൃശ്യങ്ങൾ, സ്ഥലങ്ങൾ. സിനിമകൾ, ദൃശ്യങ്ങൾ, സ്ഥലങ്ങൾ. പരിചയപ്പെടാനും കൂടെയിരുന്ന് സൊറ പറയാനുമൊക്കെ എവിടെ നിന്ന് സമയമുണ്ടാക്കും എന്ന് വിഷമിച്ച് മനസ്സിൽ മിന്നി മറിഞ്ഞു പോകുന്ന മുഖങ്ങൾ. പരിചയപ്പെടാനും കൂടെയിരുന്ന് സൊറ പറയാനുമൊക്കെ എവിടെ നിന്ന് സമയം കണ്ടെത്തുമെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിക്കുമ്പോൾ മനസ്സിൽ മിന്നി മറഞ്ഞു പോകുന്ന മുഖങ്ങൾ. സമയം അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. സമയം കയ്യിൽ എത്രയുണ്ട് എന്ന് ഒരു ഉറപ്പുമില്ലാഞ്ഞിട്ടും, എന്തൊക്കെ കാര്യങ്ങളാണ്, പദ്ധതികൾ, പ്ലാനുകൾ. സമയം ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. ഇന്നിങ്ങനെ തോന്നാൻ പ്രത്യേകിച്ച് എന്താ കാരണം? ഒരു കാരണവുമില്ല. അല്ലെങ്കിലും ഒന്നിനും പ്രത്യേകിച്ച് ഒരു കാരണവും ഉണ്ടാവേണ്ടതില്ല. ഓരോന്ന് തോന്നും, ഓരോന്ന് എഴുതും, ഓരോന്ന് പറയും, ഓരോന്ന് റെക്കോർഡ് ചെയ്യും, ഓരോന്ന് പോസ്റ്റ് ചെയ്യും. ഒന്നിനും പ്രത്യേകിച്ച് കാരണങ്ങൾ ആവശ്യമില്ല. ആഗ്രഹമുള്ളത് മുഴുവൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാവുമ്പോഴും, ആഗ്രഹമുള്ളത് മുഴുവൻ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാവുമ്പോഴും, ആഗ്രഹമുള്ളത് കുറേയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നത് ഒരു സംതൃപ്തിയാണ്. ആഗ്രഹമുള്ളത് മുഴുവൻ ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാവുമ്പോഴും, ആഗ്രഹമുള്ളത് കുറേയൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നതൊരു സംതൃപ്തിയാണ്. Every point in life can be full stop from where no story will continue. Every point of life can be a full stop
ഫ്രം വെയർ നോ സ്റ്റോറി വിൽ കണ്ടിന്യൂ. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു വിരാമചിഹ്നമാവാൻ സാധ്യമുള്ളപ്പോഴും ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു വിരാമചിഹ്നമാവാൻ സാധ്യതയുള്ളപ്പോഴും കഥകളുടെ അനന്ത സാധ്യതകൾ നമ്മളുടെ കൈവെള്ളയിലല്ല എന്ന് മനസ്സിലാവുമ്പോഴും കഥകളുടെ അനന്ത സാധ്യതകൾ നമ്മുടെ കൈവെള്ളയിലല്ല എന്ന് മനസ്സിലാവുമ്പോഴും എല്ലാം എത്തിപ്പിടിക്കാൻ നോക്കുന്നത് തന്നെയല്ലേ ഈ മനുഷ്യനെന്ന് പറയുന്നത്. കഥകളുടെ അനന്ത സാധ്യതകൾ നമ്മുടെ കൈവെള്ളയിലല്ല എന്ന് മനസ്സിലാക്കുമ്പോഴും എല്ലാം എത്തിപ്പിടിക്കാൻ നോക്കുന്നതിനെ തന്നെയല്ലേ മനുഷ്യനെന്ന് വിളിക്കുന്നത്. അതാണ് പറയുന്നത്. ഞായറാഴ്ച ഇങ്ങനെ ഓരോന്നിരുന്ന് ചിന്തിക്കും, ഓരോന്ന് കുത്തിക്കുറിക്കും. ചെയ്യുന്നതിന് മുന്നേ അലക്കിയ വസ്ത്രങ്ങൾ മടക്കി വയ്ക്കാൻ നോക്കണം. എന്നിട്ട് ഒരു സെൽഫി എടുക്കണം. എന്നിട്ട് പോസ്റ്റ് ചെയ്യണം. മുണ്ട് മടക്കി കുത്താൻ മാത്രമല്ല, അലക്കിയ വസ്ത്രങ്ങൾ മടക്കി വയ്ക്കാനും അറിയാം ഈ സക്കീർ ഭായിക്ക്. അതാണ് സംഭവം. ഇത് സ്പോക്കൺ വേർഡ് ആണോ പെർഫോമൻസ് പോയട്രി ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എഴുതിയ നല്ലതാണോ പറഞ്ഞത് ശരിയായോ എന്നും അറിയില്ല. അതൊക്കെ പിന്നെ വരുന്ന സംഭവങ്ങളാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളിൽ സന്തോഷം നൽകിയോ എന്നുള്ളതാണ് പ്രഥമമായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് ഒരു രസം തോന്നിയില്ല എന്ന് സ്വയം തോന്നുകയാണെങ്കിൽ പിന്നെ അത് ചെയ്യരുത്. നമ്മളൊക്കെ നമുക്കിഷ്ടമല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് എന്തോ ആൾക്കാരുടെ പ്രീതി നേടാനോ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങൾ കാരണം ഒക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടില്ലേ എന്നൊന്നും അന്വേഷിക്കാണ്ട് നമുക്കിഷ്ടമുള്ളത് ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും ഒരു സമയം വരും ദാസ എന്ന് നമ്മളെ മഹാനായ വിജയം പറഞ്ഞ മാതിരി. അപ്പോൾ അടുത്തൊരു സ്പോക്കൺ വേർഡ് മലയാളത്തിൽ അതും പറഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ മുമ്പ് എഴുതി എന്തെങ്കിലും വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ ചെയ്ത കവിതാകൃതികളും തർജ്ജമ ചെയ്ത മറ്റ് ഭാഷകളിൽ തർജ്ജമ ചെയ്ത സംഭവങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാം. എന്നാൽ അവനങ്ങനെയാക്കാം.